ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇക്വിലിബ്രിയത്തിന് പാർട്ട് 3 ചെയ്യാം. ഇതേത് പാടോ മാറിപ്പോയോ പാടോ, നമ്മൾ റെഡോക്സ് സെലക്ഷൻ ആയിപ്പോയല്ലോ, നമ്മൾ ഇക്വിലിബ്രിയത്തിൽ തിരിച്ചു തരാം. ഇതെന്തോ നമ്മൾ അവസാനമായിട്ട് ചെയ്ത ക്വസ്റ്റൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത 2 ക്വസ്റ്റൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഏതാ പേജ് നമ്പർ, ഇതിലൊന്നുമില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റൻ അതായത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം കുറച്ച് ചെയ്യാൻ ലെങ്തിയുള്ള ക്വസ്റ്റൻ. നമുക്ക് ചെയ്ത് നോക്കാം. At 1127 Kelvin temperature and 1 atm pressure, a gaseous mixture of ഇതെന്ന സാധനം carbon monoxide and carbon dioxide in equilibrium with solid carbon has 90.55% of carbon monoxide by mass. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കാർബൺ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗിവിങ് 2 ഇതാണ് കാർബൺ മോണോക്സൈഡ്. ഇത് ഈസ് ഇൻ ഇക്വിലിബ്രിയം. കാൽക്കുലേറ്റ് KC ഫോർ ദി റിയാക്ഷൻ അറ്റ് അബൌട്ട് ടെമ്പറേച്ചർ. കാണാത്ത എളുപ്പമല്ല, കുറച്ച് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. കാരണം ഇവിടെ എന്തൊക്കെയോ എന്നാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ തന്നിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി 3 സ്റ്റെപ്പിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിൻസ് ദ പെർസെൻറ്റേജ് ബൈ മാസ് ഇസ് ഗിവൺ, സോ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CO ആൻഡ് CO2 ടു കാൽക്കുലേറ്റ് ദർ മോൾ ഫ്രാക്ഷൻ. ഈ സാധനം എടുത്ത് തന്നിട്ടുണ്ടല്ലോ, ഇത് വെച്ചിട്ട് അതിൻ്റെ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. കാരണം മോൾ ഫ്രാക്ഷൻ തമ്മിൽ റിലേറ്റഡ് ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബൈ യൂസിങ് ദ ഫോർമുല PA = KA × P ടോട്ടൽ. ഈ ഇക്വേഷൻ നിങ്ങൾ എന്താണ് മറ്റേ എവിടെ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുക. അടുത്ത 3ാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് KP ബൈ യൂസിങ് ദ ഫോർമുല KP = P എന്താണ്, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് CO സ്ക്വയർ ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ. കാരണം എന്താ, ഇവിടെ 2 ഇതുണ്ട്, അപ്പോൾ അതിൻ്റെ പവറായിട്ട് 2 ആയിട്ട് എഴുതണം. കാരണം കോഎഫിഷ്യൻ്റ് 2 ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പവറായിട്ട് 2 എഴുതണം. പിന്നെ PCO2. ഇതെന്തുകൊണ്ടായിരിക്കും കാർബൺ ഉൾപ്പെടുത്തേണ്ടതെന്ന്, കാരണം കാർബൺ സോളിഡ്സ് നമ്മൾ പൊതുവെ ഇതിൽ ഉൾപ്പെടുത്താറില്ല. അതിന് ഫൈൻഡ് KC ബൈ, അതായത് ഈ KP എന്തിനാണ് കണ്ടുപിടിക്കുന്നത്. KP കിട്ടിക്കഴിഞ്ഞാൽ അതായത് KP = KC × RT⁴ അപ്പോൾ ഈ RT⁴ താഴെ ഇവിടെ വെച്ചുകൊണ്ട് KPൻ്റെ വാല്യൂ നമ്മൾ ഇതൊന്ന് കണ്ടുപിടിച്ചല്ലോ. പിന്നെ RTൻ്റെ വാല്യൂ പിന്നെ ∆Nൻ്റെ വാല്യൂ നമുക്ക് ഇതൊന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പിന്നെ R എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് KC കണ്ടുപിടിക്കണം. ഓക്കെ, കുറച്ച് പണിയുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ, കുറച്ച് ടഫാണ്. സമ്മതിച്ച് A+ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണ്ട തുടക്കത്തിൽ തന്നെ വിശേഷിപ്പിച്ചാൽ 90.55% കാർബൺ മോണോക്സൈഡ് ബൈ മാസ് മീൻസ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താ, 90.55 gram ഓഫ് CO ആൻഡ് 9.45 gram ഓഫ് CO2 ആർ പ്രസൻറ്റ് ഇൻ 100 gram മിക്സർ. 100 gram മിക്സർ ആയ കാരണം പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ 100ലാണ് പറയുക. അപ്പോൾ ഇതിൽ 90.55 gram എന്തുണ്ട്, കാർബൺ മോണോക്സൈഡിൻ്റെ. ബാക്കി ഇനി എത്ര 100ലേക്ക് ഇനി എത്ര 9.45 ബാക്കിയുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, 100 കിട്ടും. അപ്പോൾ 9.45 gram എന്തുണ്ട്, കാർബൺ ഡയോക്സൈഡും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് എളുപ്പത്തിൽ കിട്ടാമല്ലോ. അതായത് ഗിവൺ മാസിൽ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ മോളർ മാസ് നമുക്ക് എളുപ്പത്തിൽ അറിയാം. അതായത് 12 + 60 എന്ന് പറയുമ്പോൾ 28 ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO കണ്ടുപിടിക്കുക. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളർ മാസ്. അപ്പോൾ എന്താ 3.234 മോളാർ മാസ് ഓഫ് CO എന്ന് പറയുന്നത് 28 gram/mol ആണ്. അപ്പോൾ ഇത് ഇത്ര മോൾ കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എത്രയാണ്, ഇത് ഗിവൺ മാസ് എടുത്ത് 9.545 ഡിവൈഡ് ബൈ CO2 എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 12 പിന്നെ 2 ഓക്സിജൻ ആകുമ്പോൾ എത്ര വരും, 16 16 32 32 12 എന്ന് പറയുന്നത് 44. ഇത് രണ്ട് ചെയ്യുന്ന സമയത്ത് 0.215 മോൾസ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് CO എന്ന് പറയുന്നത് PCO = KCO × P ടോട്ടൽ. ഇതൊന്ന് ആക്ച്വലി നമുക്ക് KCO, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് CO എങ്ങനെ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ KCO = നമ്പർ ഓഫ് മോൾസ് ഓഫ് CO ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2. നിങ്ങളെല്ലാം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് CO 3.234 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO 3.234 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മറ്റേ കാർബൺ ഡയോക്സൈഡ് 0.215. ഇത് ചെയ്യുന്ന സമയത്ത് 0.938 എന്നായിട്ട് കിട്ടും. അതേപോലെ നമുക്ക് KCO2 കണ്ടുപിടിക്കാമല്ലോ. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 എങ്ങനെയാണ്, അതായത് ഈ 0.25 ഇവിടെയും അതായത് ന്യൂമറേറ്ററിൽ എഴുതിയാൽ മതി. എന്താണ് നമ്മൾ വേണ്ടത്, ആ സാധനത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിൽ എഴുതുക. നമുക്ക് CO വേണമെങ്കിൽ ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO, നമുക്ക് ഈ പറഞ്ഞ CO2 വേണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എന്താണ് ന്യൂമറേറ്ററിൽ. പിന്നെ ഡിനോമിനേറ്റർ ഓൾവേസ് എന്താണ് ഈ രണ്ടിൻ്റെ അഡീഷനാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് CO പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, അത് ന്യൂമറേറ്ററിൽ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ CO ആയിരുന്നു വേണ്ടതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് CO എഴുതി. ഇവിടെ നമുക്ക് CO2 വേണ്ട നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എഴുതി. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO എഴുതി. അപ്പോൾ 215 ഡിവൈഡ് ബൈ 3.234 പ്ലസ് 0.215. ഇതൊക്കെ ആക്ച്വലി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, ശരി, ഇതെല്ലാം നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് 0.062 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് CO കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ PCO = KCO × P ടോട്ടൽ. P ടോട്ടൽ എത്ര തന്നിട്ടുണ്ട്, 180 ആണ്. അപ്പോൾ KCO എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഇപ്പം കണ്ടുപിടിച്ചത് 0.938 × 180 അത് തന്നെ കിട്ടും 0.938 ATM.
അപ്പോൾ PCO2 എന്ന് പറയുന്നത് എന്നാ മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 ഇൻറ്റു പി ടോട്ടൽ 1 തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 നമ്മളിപ്പം കണ്ടുപിടിച്ചത് 0.062 അത് തന്നെ കിട്ടും 0.062 ATM. അപ്പോൾ C പ്ലസ് CO2 ഗ്യാസ് ഗീവിങ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2CO. അപ്പോൾ KP കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ടപ്പേ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നുണ്ടോ. PCOൻ്റെ അതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 0.938 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ PCO2. ഇതെന്തുകൊണ്ട് ഇവിടെ സ്ക്വയർ വന്നത്? കാരണം എന്താ, ഇവിടെ കോയിഫിഷ്യൻറ്റിൽ 2 ഉണ്ട്, സ്റ്റോയിഷ്യോമെട്രിക് കോയിഫിഷ്യൻ്റ്. അപ്പോൾ അതിനെ കൊണ്ട് പവറായിട്ട് എടുക്കണം. PCO ഇവിടെ ആകെ ഒറ്റൊരു മോൾ സെയിലും. അപ്പോൾ എന്താ PCO. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 എന്ന് പറയുമ്പോൾ 0.062. അതിവിടെ കിട്ടിയതാണല്ലോ 0.062. ഇത് ചെയ്യുന്ന സമയത്ത് 14.19 ആയിരിക്കും ആൻസർ. ΔNG എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്തായിരുന്നു, പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റും റിയാക്റ്റൻ്റിൽ എടുക്കുന്ന സമയത്ത് ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ കാണിച്ചു. അപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യരുത്. അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 1. ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 2. അപ്പോൾ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റ് എന്ന് പറയുമ്പോൾ 2 - 1 = 1. അതാണ് ഈ ΔNG = 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. KP അപ്പോൾ എന്താ, KC × RT⁻Δn, അല്ലെങ്കിൽ KC എന്ന് പറയുമ്പോൾ ഈ RT⁻Δn താഴെ പറഞ്ഞേക്കുക. അപ്പോൾ KP / RT. ഈ Δn ആക്ച്വലി 1 ആണല്ലോ. അപ്പോൾ RT⁻1 എന്ന് വരും. അത് ആക്ച്വലി RT തന്നെയാണ്. അപ്പോൾ RT⁻2 ആണെങ്കിൽ നിങ്ങൾ RT ഒരു വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ എടുക്കണമായിരുന്നു. പക്ഷേ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് RT എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ KP / RT. അപ്പോൾ എന്തെല്ലാം വാല്യൂസ്? KPൻ്റെ വാല്യൂ എത്രയാണ്? നമ്മളിപ്പം കണ്ടുപിടിച്ച് 14.19 ഡിവൈഡ് ബൈ നമ്മളെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 0.081 എടുക്കുന്നതാണ് ഇവിടെ നല്ല വാല്യൂ, ഇൻറ്റു ടെമ്പറേച്ചർ 1127 = അപ്രോക്സിമേറ്റ്ലി 0.153. കാരണം KC എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് കോൺസ്റ്റൻ്റ് വാല്യൂ ആയതുകൊണ്ട് ഇനി യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ മോനെ, ഇതാണ് എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു ആക്ച്വലി. പക്ഷേങ്കിൽ കുറേ ലെങ്തി കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ദ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്, ഞാനൊക്കെ ആക്ച്വലി എന്താണ് ഈ പറഞ്ഞ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം വിട്ടിട്ട് മറ്റേ അയോണിക് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കണ്ട. ഇവിടെ pH എന്നെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് കടന്നിട്ട് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് മറ്റേ കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഇത് അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് കടന്ന്. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് അത്ര ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി NCERT എക്സാംപ്ലർ ക്വസ്റ്റൻ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിലായി. പക്ഷേ നമ്മൾ തൽക്കാലത്തേക്ക് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ കഴിഞ്ഞ് ഇനി നമ്മൾ സെക്കൻഡ് ഇൻ്റർവെല്ലിലേക്ക് കടന്ന്. അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, HCOH ഇതെന്നാ മെത്തനോയിക് ആസിഡ്, HCN ഹൈഡ്രജൻ സയനൈഡ്, 298 Kelvin എന്തെല്ലാം അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് വാല്യൂസ് 6.8 × 10⁻⁴, 1.8 × 10⁻⁴, 4.8 × 10⁻�9 റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് കൊറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഓരോ കോൺജുഗേറ്റ് ബേസ് ഉണ്ട്. അതിന് എന്ത് കണ്ടുപിടിക്കണം? അയോണൈസേഷൻ എന്താണ് കോൺസ്റ്റൻറ്റ്, അതായത് KB കണ്ടുപിടിക്കണം. KA ഉണ്ട്, KB ഉണ്ട്. ഇവിടെ നമ്മൾ KB കണ്ടുപിടിക്കണം. അപ്പോൾ ടു ഫൈൻഡ് അതായത് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എ കോൺജുഗേറ്റ് ബേസ് വി യൂസ് ദ ഫോർമുല KA × KB = KW. KW എന്ന് പറയുന്നത് എന്താ, നമ്മുടെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? 10⁻⁻14 അല്ല, 1 × 10⁻⁴. നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. If KA is the ionization constant of weak acid and KB is the ionization constant of its conjugate base A-, അതായത് ഈ HF എന്താണ് ഡിസിൻറ്റഗ്രേറ്റ്, അതായത് എന്താണ് അതായത് ഈ പറഞ്ഞ ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം ഈ F- ആയിട്ട് മാറുമല്ലോ. ഈ F- ആക്ച്വലി A- എന്നുള്ള റെപ്രസെൻറ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ A- കോൺജുഗേറ്റ് ബേസ് A-, ദെൻ KA × KB = KW. അപ്പോൾ KB ഓഫ് എന്താണ് F-. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ കോൺജുഗേറ്റ്, അതായത് F- എന്ന് പറയുന്നതാണ് ഈ HF-നെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ KB ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ KA എന്ന് പറയുന്ന വാല്യൂ താഴെ പറഞ്ഞേക്കാം. നമുക്ക് KB ആണല്ലോ വേണ്ടത്, ഈ KA ഇതിൻ്റെ താഴെ പറഞ്ഞേക്ക്. അപ്പോൾ അതായത് എന്താണ് ഈ പറഞ്ഞ KW / KA. അപ്പോൾ എന്താ KW എന്ന് പറയുന്നത് 10⁻⁻14. പിന്നെന്താ KA ഓഫ് HF, ഇതിപ്പോൾ ആസിഡ് ആണല്ലോ. അപ്പോൾ KA ഓഫ് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 6.8 × 10⁻⁴. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 10⁻⁻14 / 6.4 × 10⁻⁴. ഇത് ചെയ്യുന്ന സമയത്ത് 1.47 × 10⁻⁻11 കിട്ടും. ഇതേ പ്രൊസീജിയറിൽ എനിക്കൊന്ന് ബാക്കി ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. KB എന്ന് പറയുന്നത് ഇപ്പോൾ HCOOHൻ്റെ എന്താണ് ഈ പറഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് HCOO- +H+. ഈ HCO- ആക്ച്വലി നമ്മളെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് KB കണ്ടുപിടിക്കണമെങ്കിൽ എന്താ KW / KA, അതായത് ഈ അസിഡിക് അല്ല, ഇതെന്തായാലും മെത്തനോയിക് ആസിഡ് അല്ല. അപ്പോൾ മെത്തനോയിക് ആസിഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്, ഇത് ആസിഡിൻ്റെയാണ്. അപ്പോൾ എന്താ അത് ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട് 1.8 × 10⁻⁴. അപ്പോൾ 1 × 10⁻⁴ ഡിവൈഡ് ബൈ 1.8 × 10⁻⁴. അപ്പോൾ 5.56 × 10⁻�10. അപ്പോൾ എന്താണ് അതേപോലെ ഈ HCN എങ്ങനെ കണ്ടുപിടിക്കുക? HCN അതായത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് H+ + CN-.
ഈ സി എൻ മൈനസ് സി ആണ് എച്ച് സി എൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, അപ്പോൾ കെ ഡബ്ല്യു ഡിവൈഡ് ബൈ കെ എ ഓഫ് എച്ച് സി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആസിഡാണ്. ഹൈഡ്രജൻ സയനൈഡ് ഇസ് ആൻ ആസിഡ് ആക്ച്വലി ബേസിക്കലി. അപ്പോൾ 1 × 10⁻⁻14 ഡിവൈഡ് ബൈ അയണൈസേഷൻ കോൺസെൻറ്റ് ഓഫ് ദിസ് വീക്ക് ആസിഡ്. അപ്പോൾ എന്താ, ഇതൊക്കെ ആക്ച്വലി എച്ച് എഫ്, എച്ച് സി ഒ എച്ച്, എച്ച് സി എൻ, ഇതൊക്കെ വീക്ക് ആസിഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അയോണൈസേഷൻ കോൺസെൻറ്റ് എത്ര വന്നിട്ടുണ്ട്? 4.8 × 10⁻⁻9. അപ്പോൾ 1 × 10⁻14 ഡിവൈഡ് ബൈ 4.8 × 10⁻�9. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 2.08 × 10⁻6. യെസ്, ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ആക്ച്വലി 3 ക്വസ്റ്റ്യൻസിന് ഈ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കെ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ കെ ഡബ്ല്യു ഡിവൈഡ് ബൈ കെ ബി, കെ ബി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കെ ബിനോട് വെച്ചുകൊണ്ട് കെ എന്നെ താഴെ പറഞ്ഞേക്ക്, കെ ഡബ്ല്യു ഡിവൈഡ് ബൈ കെ എ. അത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് ടുഡേസ് സെഷൻ.